രണ്ടുപേര് വിരുന്ന് വന്നതാ, അറിയാതെ ഒരു കിണറ്റിനകത്ത് വിട്ടുപോയി. ഇപ്പൊ അവരെ ഞങ്ങൾ എടുക്കാൻ പോവാണേ. ആരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? വളരെ യജമാനെ കണ്ടപ്പോൾ സന്തോഷം. ആറടി ഉണ്ട്. ഞാൻ കൊണ്ടുപോകും. എറിയണ്ട തെരി. ഒരാള് ഇങ്ങോട്ട് വാ. ലീവ് അങ്ങോട്ട് വാ. ചെറുതിനെ ഇവനെ പിടിക്കട്ടോ, സൂക്ഷിക്കണം. കാരണം വെയിറ്റ് കൊണ്ട് താഴ്ത്തിക്കേ. പൊക്കട കാല് പൊക്കട. ആ അടിപൊളി, രക്ഷപ്പെട്ടു. അങ്ങനെ ഇനി തിരിച്ചു കാണണ്ട കേട്ടോ. അവരെ പിടിച്ചു. ഇവനെ കെട്ടിയിട്ടെ ഒരു മിനിറ്റ്. ഇവനെ കെട്ടിയിട്. ആ കയറെടുത്ത് അവിടെ കൊണ്ട് കെട്ടിയിട്. അല്ലെ അവനെ ആ ഇതിനെ കുതിക്കും. അതെ, എന്നാ ഈ കയറെടുത്ത് കെട്ടിയിട്. അവിടേക്ക് കെട്ടി. ആ മരത്തേക്ക് കെട്ടിക്കോ, അങ്ങോട്ട് വീഴാണ്ട്. ഇല്ല മറ്റേ കാണാത്തോണ്ടേ. ആ എവിടെയാന്ന് അന്വേഷിക്കാൻ പുള്ളിയെ. മറ്റേ കണ്ടില്ലല്ലോ. ഒരു സൂപ്പർ ആയിട്ട് ചാടിയാ എന്തൊക്കെ. നേരത്തെ ഇങ്ങോട്ട് കയറാനുള്ള ആകാംക്ഷയായിരുന്നു, ഇപ്പൊ തിരിച്ച് അങ്ങോട്ട് പോകാനുള്ള ആകാംക്ഷയാണ് ഇപ്പൊ. ഇപ്പൊ തിരിച്ച് നേരത്തെ കൈ ഇങ്ങനെ വെച്ച് കൊടുക്കുമായിരുന്നു. തിരിച്ചു പിടിക്കാവോ? തിരിച്ച് ആ ബെൽറ്റ് പിടിച്ച് ശാലം പോക്ക്. ആ തിരിച്ച് അങ്ങനെ വെക്കും. നീ പറഞ്ഞു കേക്കില്ല. എന്തായാലും സമാധാനമായിട്ട് ആളെ കാണാത്തോണ്ട് ഇതൊരു വല്ലത് സംഭവമായില്ലേ. ഓടിയില്ലേ? ഭക്ഷണം കൊടുക്കാന്നാ കഴിക്കാന്നില്ല. ഒറ്റ വീട്ടിലാ നിങ്ങളുടെ വീട് അന്വേഷിച്ച് വന്നാണോ? ഇനി അങ്ങോട്ട് പെട്ടെന്ന് വരില്ല. അയച്ചിട്ട് 2 ദിവസമായി. ഓഹോ, അതെണ്ടായി. എന്താ പേരൊക്കെ? ഇത് ലിയോ, ഇത് ചാർലി. ലിയോ ഇൻട്രസ്റ്റ് ഇല്ലേ? ആദ്യത്തെ ഇൻട്രസ്റ്റ് അങ്ങ് പോയി. ആദ്യം കൈയൊക്കെ വെച്ച് കൊടുത്തില്ലേ, ഇപ്പൊ താഴത്തേക്ക് അങ്ങനെ നോക്കണം. ചാർലി, ഇതൊരു റബ്ബറും തോട്ടമായിരുന്നു കേട്ടോ. റബ്ബറും തോട്ടമാണ്. അവരെ വീട്ടിൽ നിന്ന് അഴിച്ചു വിട്ടപ്പോൾ അവർ ഓടി കളിക്കാൻ വേണ്ടി വന്നത്. മിണ്ടാണ്ട് കയറ്റിയിട്ടേ പോവുള്ളൂ. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളെ വിട്ട് കൊണ്ടുപോയിട്ടേ പോവുള്ളൂ കേട്ടോ. നല്ല കുട്ടിയിട്ടോ. ആ കമ്പ കുറിച്ച് മരിക്കും. അങ്ങനെ മരിക്കും. അവിടുന്ന് ഒരു കുടുക്ക് പോലെ ആകാവുള്ളേ. അതായത് അവിടെ ചേട്ടനെ പിടിച്ചിട്ടില്ലേ, അതിന് കുറച്ചുകൂടെ മുകളിൽ കെട്ട്. കുറച്ചുകൂടെ മുകളിൽ കെട്ടിക്കുക. അവിടെ ഒരു കെട്ടിട്. കെട്ടിട്ട് വലിച്ചു മുറുക്ക്. ഇനി ഇതിൻ്റെ മുകളിൽ അവരെ ബോഡി എത്ര ലൂസാവുന്നത്, ശക്കല ഒരു ഗ്യാപ്പ് നിൽക്കണം, മുറുകരുത്. നമ്മൾ വലിച്ചു കയറ്റുമ്പോഴേ ഇപ്പൊ കുഴപ്പമില്ലല്ലോ. അപ്പൊ ഈസി, അതായത് കെട്ട് വളരെ ഭംഗിയായിട്ടുണ്ട്, കുഴപ്പമില്ല. ഇപ്പൊ നിങ്ങൾ പൊക്കുമ്പോഴേ ഞങ്ങൾ ഇവിടുന്ന് വലിച്ചു കയറ്റാം. ഓക്കെ, അടുത്തതിനും കെട്ടിടുകയാണ്. ചാർലിയാണത്, അത് അല്ലല്ലോ? അവന്റെ പേരെന്നാ? അവന്റെ പേരെന്തുട്ടാ? ലിയോ. ഇനിയിപ്പോ കോണിയുടെ ആവശ്യം ഇന്നോട്ടെ. അപ്പോൾ രണ്ടുപേരെ ഇങ്ങനെ മുകളിൽ പൊക്കാനുള്ള കയറ് കെട്ടിയിരിക്കുകയാണ്. കോണി എത്തിക്കഴിഞ്ഞു.
ഇത് പിടിച്ചോണ്ട് കയറും കേട്ടോ. ഇത് കോണി പിടിച്ചിട്ടുണ്ട്. കോണി ആ കയറിക്കോ. ഇത് കയറ് വലിച്ചോടാ, കയറ് മേപ്പോട്ട് വലിച്ച്. ആ തിരിച്ചു പിടിക്കും. കണ്ണട വയ്ക്കണ അല്ല, ആ തിരിച്ചു പിടിക്കും. ആ പിടിച്ചിട്ടുണ്ട്. ഒരു ആ വലിച്ചോ. ആ പൊക്കിക്കോ. മോഹം മാറ്റും. വെരി ഗുഡ്, അടിപൊളി. ആ അങ്ങോട്ട് കൊണ്ടുക്കോ. ആ അടുത്ത ഇപ്പൊ മറ്റേ കയറാനുള്ളത് കണ്ടോ. ഇനി ഭാര്യ എടുത്തോണ്ടും കയറിക്കോ. ഞാൻ ഏണി ഞാൻ പിടിച്ചോളാം. ഏണി ഞാൻ പിടിക്കാം. പൊക്കാൻ പറ്റുമോ? കയറ് എവിടെ കെട്ടി കാലി പോയോ? അങ്ങനെ ലിയോയും പുറത്തേക്ക് വന്നു, ചാർലി വന്നു പുറകെ. അടിപൊളി, കലക്കിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഒരു കുഴപ്പമില്ലാതെ രണ്ടുപേരെയും പുറത്തെടുത്തു. അപ്പൊ മാമന് എന്തായാലും കൊള്ളാം. മാമ കൺഗ്രാജുലേഷൻ കേട്ടോ. കൺഗ്രാജുലേഷൻ. അപ്പൊ എന്തായാലും കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് മക്കളെ കൊണ്ട് കയറ്റി വിട്ടു അല്ലേ. ഇങ്ങനെയുള്ള റെസ്ക്യൂ വർക്കിനൊക്കെ ബാബുവിനെ സമീപിക്കും നമുക്ക്. ബാബു ഒരു ദിവസം പൊട്ടക്കിണറ്റിൽ കിടന്നതിൻ്റെ ദാഹമാണ്. വെള്ളം കൊണ്ട് വെച്ച് കൊടുത്തിട്ടും കുടിച്ചില്ല തോന്നുന്നു അവിടെ അല്ലേ. വളരെ പൊട്ടക്കിണറ്റിൽ വന്ന അപ്പോൾ ഗോതമ്പ് ദോശ അടിക്കുകയാണ്. ഇവർ രണ്ടുപേരും ബാബുവേട്ടൻ്റെ കൺമണികളാണ്. അപ്പോൾ ബാബുവേട്ടാ, നമുക്കറിയാമല്ലോ നമുക്ക് എന്തായിരുന്നു സംഭവം. ഇവർ വന്നിങ്ങനെ ഒരു ദിവസം പൊട്ടക്കിണറ്റിൽ താമസിക്കേണ്ട ഒരു ഇത് വന്നു. അപ്പോൾ വിരുന്ന് വന്നാ അല്ലേ. അപ്പോൾ എന്നാ കൊണ്ടുവിട്ടേ? ശനിയാഴ്ച കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ വളരെ സ്ഥലമുണ്ട്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. സാഹസങ്ങളൊക്കെ നല്ലതാണ്. അഭിനന്ദിക്കുന്നു. പക്ഷെ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ. അപ്പോൾ ഒരു ദിവസം